Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെയിൽസിന് ടൈപ്സ് ഓഫ് റെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം നമ്മൾ ഇൻവെന്റ് ചെയ്ത റെയിൽ സെക്ഷൻ ആയിരുന്നു ഡബിൾ ഹെഡർ റെയിൽ. അതിന്റെ ഹെഡും ഫൂട്ടും ഒരേ സൈസ് ആയിരുന്നു അല്ലെ. അതെന്തിനായിരുന്നു? അതിന്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ഡബിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് ടോപ്പ് പോർഷൻ അത് വിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വെച്ച് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയ്ക്കായിരുന്നു ഡബിൾ ഹെഡർ റെയിൽസ് നമ്മൾ ഇൻവെന്റ് ചെയ്തത്. പക്ഷെ അത് പ്രാക്ടിക്കലി പോസിബിൾ ആയിരുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ബുൾ ഹെഡഡ് റെയിൽസ് കണ്ടുപിടിച്ചത്. ബുൾ ഹെഡഡ് റെയിൽസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഹെഡ് ഫൂട്ടിനേക്കാളും തിക്കർ ആയിരുന്നു. അതുകൊണ്ട് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റ് പ്രൊവൈഡ് ചെയ്തു. ഈ ചെയർ ആൻഡ് കീ അറേഞ്ച്മെന്റിൽ നമ്മൾ സ്ലീപ്പേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി റൗണ്ട് ബോൾട്ട് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നു അല്ലേ. അത് ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ, കർവിലൊക്കെ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്, ഈസിയർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് ചാൾസ് വിഗ്നോലസ് കണ്ടുപിടിച്ചതാണ് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ്. ഇപ്പോൾ നമ്മൾ റീസെന്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റെയിൽസ് ആണ് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ്. അതിന്റെ ഫൂട്ട് ഫ്ലാറ്റ് ആണ് അല്ലെ. അത് ടിമ്പർ സ്ലീപ്പറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ബിയറിംഗ് പ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസും ബുൾ ഹെഡർ റെയിൽസും തമ്മിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്നത് റെയിൽ ഫെയിലിയേഴ്സ് ആണ്. റെയിൽ ഫെയിലിയേഴ്സ്, റെയിൽ ഡിഫക്ട്സ്, ദെൻ സ്ലീപ്പേഴ്സ്, അതിലെ ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അതിൽ റെയിൽ ഫെയിലിയേഴ്സ് 5 എണ്ണമാണ് നമുക്കുള്ളത്. ക്രഷ്ഡ് ഹെഡ്, ട്രാൻസ്വേഴ്സ് ഫിഷർ, ഹൊറിസോണ്ടൽ ഫിഷർ, സ്പ്ലിറ്റ് ഹെഡ്, സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്സ്. ഇത്രയാണ് റെയിൽ ഫെയിലിയേഴ്സ് ഉള്ളത്. ക്രഷ്ഡ് ഹെഡ്, ട്രാൻസ്വേഴ്സ് ഫിഷർ, ഹൊറിസോണ്ടൽ ഫിഷേഴ്സ്, സ്പ്ലിറ്റ് ഹെഡ്, സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്സ്. അതിൽ ക്രഷ്ഡ് ഹെഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ head gets crushed, metal flows on the head of rail, defect in manufacture, flat spot on wheels, slipping of wheels, weak support at the rail end, etc. Skidding causes flat spot, loose fishbowl cause weak support at end. അതായത് മാനുഫാക്ചറൽ ഡിഫക്ട്സ് ആണ് ക്രഷ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാനുഫാക്ചറൽ ഡിഫക്റ്റിനെയാണ് നമ്മൾ ക്രഷ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. ഈ റെയിൽ എൻഡ്സിൽ വീക്ക് സപ്പോർട്ട് ആയിരിക്കും, ക്രഷ്ഡ് എൻഡ് ആയിരിക്കും റെയിൽ എൻഡിൽ വീക്ക് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ക്രഷ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ക്രഷ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. മാനുഫാക്ചറൽ ഡിഫക്റ്റ് ആയിട്ടാണ് ഇതിനെ സാധാരണ പറയാറുള്ളത്. അതുപോലെ എന്തെങ്കിലും നമ്മുടെ വീൽസിനകത്ത് എന്തെങ്കിലും ഫ്ലാറ്റ് സ്പോട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വീല്, ട്രെയിനിന്റെ വീല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രെയിനിന്റെ വീൽസ് ഇതുപോലെ ആയിരിക്കും. വീല് ഇങ്ങനെയായിരിക്കും അതിന്റെ ഫീൽ ഉണ്ടായിരിക്കാം. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും സ്പോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്തെങ്കിലും സ്പോട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ട്രെയിനിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രഷിങ് കാരണം ഉണ്ടാകുന്നതാണ് ക്രഷ്ഡ് ഹെഡ് എന്ന് പറയുന്നത്. അത് മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആണ് ഫിഷർ, ട്രാൻസ്വേഴ്സ് ഫിഷർ. ഇതെന്താന്ന് വെച്ചാൽ വിള്ളലാണല്ലേ. ഫിഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിള്ളലാണ്. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള ഫിഷർ ആണ് ട്രാൻസ്വേഴ്സ് ഫിഷർ എന്ന് പറയുന്നത്. ഫിഷർ ഓർ ഹോളിംഗ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ, അതിനാണ് ട്രാൻസ്വേഴ്സ് ഫിഷർ എന്ന് പറയുന്നത്. ഇതും മാനുഫാക്ചറൽ ഡിഫക്റ്റ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഓവർ സ്ട്രെയിനിങ് ഓഫ് മെറ്റലിന്റെ ഓവർ സ്ട്രെയിനിങ് കാരണമാണ് ഇതുണ്ടാകുന്നതെന്നും പറയാറുണ്ട്. വെരി ഡേഞ്ചറസ് റെയിൽ ബ്രേക്സ് വിത്തൗട്ട് എനി സൈൻ ഓഫ്, ഒരു സൈനും ഇല്ലാതെ റെയിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ട്രാൻസ്വേഴ്സ് ഫിഷർ കാരണം.
ദെൻ ഹൊറിസോണ്ടൽ ഫിഷർ എന്ന് പറയുന്നത് ആദ്യം ഒരു ചെറിയൊരു വിള്ളലുണ്ട്, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ചെറിയൊരു വിള്ളൽ ഉണ്ടായതിനു ശേഷം അത് കീപ്സ് ഓൺ ഇൻക്രീസിങ്, വലുതായി വലുതായി വരികയാണ് ചെയ്യുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫിഷ് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. നമുക്ക് ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്സിനകത്ത് വരുന്നുണ്ട്. ഈ ഫിഷ് പ്ലേറ്റ്സ് വോൺ ആയിട്ടുള്ള ഫിഷ് പ്ലേറ്റ്സും അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് ബല്ലാസ്റ്റ് പാക്കിംഗ് കാരണമാണ് ഹൊറിസോണ്ടൽ ഫിഷേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫിഷേഴ്സ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡിഫക്റ്റ് തന്നെയാണ്, ഫെയിലിയർ തന്നെയാണ്. റീൽസിന്റെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫെയിലിയർ ആണ് ഫിഷേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലെ ഫിഷറാണ് ഹൊറിസോണ്ടൽ ഫിഷേഴ്സ്. അതുണ്ടാകുന്നത് ഇൻസഫിഷ്യൻറ്റ് പാക്കിംഗ് ഓഫ് ബല്ലാസ്റ്റ് അല്ലെങ്കിൽ വോൺ ഫിഷ് പ്ലേറ്റ് കാരണമാണ് സംഭവിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് സ്പ്ലിറ്റ് ഹെഡ്. സ്പ്ലിറ്റ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോവുക. ഹെഡ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു പാർട്സ്. അതും എന്തുകൊണ്ടാണ്? ഷ്രിങ്കേജ് ഓഫ് മെറ്റൽ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് തന്നെയാണ് ഇതും പറയുന്നത്. ഫോംഡ് ഡ്യൂ ടു ക്യാവിറ്റി ഡ്യൂറിങ് മാനുഫാക്ചർ ഓർ ഷ്രിങ്കേജ് ഓഫ് മെറ്റൽ. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സ്പ്ലിറ്റ് ഹെഡ് സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്സ്. സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്സ്. ഇപ്പൊ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഇങ്ങനെ സ്ക്വയർ ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ബ്രേക്കിംഗ് സംഭവിക്കുന്നതെങ്കിൽ ഇതിനെയാണ് സ്ക്വയർ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനി അതല്ല ഇൻക്ലൈൻഡ് ആയിട്ടാണ്, ഏതെങ്കിലും ഇൻക്ലൈൻഡ് ആയിട്ടാണ് ബ്രേക്കിംഗ് സംഭവിക്കുന്നതെങ്കിൽ അതിനെയാണ് ആംഗുലാർ ബ്രേക്ക് എന്ന് പറയാം. അപ്പൊ രണ്ട് രീതിയിൽ ബ്രേക്സ് ഉണ്ടാവാം, എയ്തർ വെർട്ടിക്കൽ പ്ലെയിൻ ഓർ ആംഗുലാർ പ്ലെയിൻ. രണ്ട് രീതിയിൽ ബ്രേക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്ക്. ഇതൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ക്രഷ്ഡ് ഹെഡ്, ട്രാൻസ്വേഴ്സ് ഫിഷർ, ഹൊറിസോണ്ടൽ ഫിഷർ, സ്പ്ലിറ്റ് ഹെഡ്, സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്സ്. അപ്പൊ ക്രഷ്ഡ് ഹെഡ് എന്തായിരുന്നു? മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരുന്നു അല്ലെ. അപ്പൊ വീലിൽ എന്തെങ്കിലും ഫ്ലാറ്റ് സ്പോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാരണമാണ് ക്രഷ്ഡ് ഹെഡ് ഉണ്ടായിരുന്നത്. ഇനി ട്രാൻസ്വേഴ്സ് ഫിഷർ ആണെന്നുണ്ടെങ്കിൽ ഓവർ സ്ട്രെയിനിങ്ങും മാനുഫാക്ചർ ഡിഫക്റ്റ് കാരണമാണ് ട്രാൻസ്വേഴ്സ് ഫിഷർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലുള്ള വിള്ളലിനെയാണ് ട്രാൻസ്വേഴ്സ് ഫിഷർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വളരെ ഡേഞ്ചറസ് ആണ്. ഒരു വാണിംഗും തരാതെ റെയിൽ ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫിഷറാണ് ഹൊറിസോണ്ടൽ ഫിഷർ എന്ന് പറയുന്നത്. ഇതെന്താ സംഭവിക്കുന്നത്? ഇൻസഫിഷ്യന്റ് ബല്ലാസ്റ്റ് പാക്കിങ്ങും ബോൺ ഫിഷ് പ്ലേറ്റും കാരണമാണ് എന്ത് സംഭവിക്കുന്നത്? ഹൊറിസോണ്ടൽ ഫിഷേഴ്സ് സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്തായിരുന്നു? ഹെഡ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിരുന്നു എന്ത്? സ്പ്ലിറ്റ് ഹെഡ്. നെക്സ്റ്റ് വൺ ഒരു മറ്റേ വെർട്ടിക്കൽ പ്ലെയിനിലും ആംഗുലാർ പ്ലെയിനിലും ബ്രേക്ക് സംഭവിക്കുന്നതാണ് സ്ക്വയർ ഓർ ആംഗുലാർ ബ്രേക്ക് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ റെയിൽ ഫെയിലിയേഴ്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റെയിൽ ഫെയിലിയേഴ്സ് എന്ന് പറയാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് റെയിൽ ഡിഫക്ട്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെയാണ് റെയിൽ ഡിഫക്ട്സ് എന്ന് നമുക്ക് നോക്കാം. റെയിൽ ഡിഫക്ട്സ് എന്ന് പറയുന്നത് കൊറുഗേറ്റഡ് റെയിൽസ് അല്ലെങ്കിൽ റോറിംഗ് റെയിൽസ്, ഹോഗ്ഡ് റെയിൽസ്, ബക്ലിംഗ് ഓഫ് റെയിൽസ് ആൻഡ് ക്രീപ്പ്. നാലെണ്ണുണ്ട്. കൊറുഗേറ്റഡ് റെയിൽസ് അല്ലെങ്കിൽ റോറിംഗ് റെയിൽസ്, ഹോഗ്ഡ് റെയിൽസ്, ബക്ലിംഗ് ഓഫ് റെയിൽസ്, ക്രീപ്പ്. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. നമുക്ക് ആദ്യം എന്താണ് കൊറുഗേറ്റഡ് റെയിൽസ് അല്ലെങ്കിൽ റോറിംഗ് റെയിൽസ് എന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് റെയിൽസ് കാണുന്നുണ്ട്. അപ്പൊ ഈ റെയിൽ നോക്കുമ്പോൾ ഈ റെയിലിന്റെ ടോപ്പ് പോർഷൻ ഒന്ന് നോക്കിയേ, കൊറുഗേഷൻ സംഭവിച്ചതായിട്ട് കാണാം അല്ലെ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ ഇതിന്റെ മുകളിലൂടെ വാഹനം മൂവ് ചെയ്യുക, അതായത് ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വഴി സംഭവിക്കുന്നതാണ് ഈ കൊറുഗേഷൻസ്. ഓക്കെ, അപ്പൊ ഈ ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇതുപോലെ കൊറുഗേഷൻസ് സംഭവിക്കും. എന്നിട്ട് ഈ കൊറുഗേഷൻ സംഭവിച്ച് വേവി സർഫസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ കൊറുഗേറ്റഡ് റെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മുകളിലൂടെ ഇങ്ങനെ കൊറുഗേറ്റഡ് റെയിൽസ് ഉണ്ടാക്കിയതിനു ശേഷം നമ്മൾ ഇതിന് മുകളിലൂടെ ട്രെയിൻ രണ്ടാമത് മൂവ് ചെയ്യുമ്പോൾ വളരെ അലർച്ച ഉണ്ടാവും. ഒരുപാട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ റോറിംഗ് സൗണ്ട് എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് നമ്മൾ അതിന് റോറിംഗ് റെയിൽസ് എന്ന് കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേവി ആയിട്ടുള്ള സർഫസ് ഒരു റോറിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് ഇതിനെ റോറിംഗ് റെയിൽസ് എന്ന് കൂടെ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഡിഫക്റ്റ്, കൊറുഗേറ്റഡ് റെയിൽ അല്ലെങ്കിൽ റോറിംഗ് റെയിൽ. എന്തുകൊണ്ടാണ്? ഫ്രീക്വന്റ് ആയിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് കാരണം വേവി സർഫസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് റോറിംഗ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ കൊറുഗേറ്റഡ് റെയിൽ അല്ലെങ്കിൽ റോറിംഗ് റെയിൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഹോഗ്ഡ് റെയിൽ. റോറിംഗ് റെയിൽ എങ്ങനെയായിരുന്നു? ഇവിടെ വേവി സർഫസ് ആയിരുന്നു. നമ്മുടെ റെയിലിന്റെ ടോപ്പിന് ഒരു വേവി സർഫസ് നേച്ചറാണ് കൊടുത്തിരുന്നത്. ദെൻ ഇവിടെ എന്താണ് കാണുന്നത്? ഒരു ഹോഗ്ഡ് റെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണാം. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്യൂ ടു ബാറ്ററിങ് ആക്ഷൻ ഓഫ് വീൽസ് ഓവർ ദി എൻഡ് ഓഫ് റെയിൽസ് ദ റെയിൽ ഗെറ്റ് ബെൻഡ് ഡൗൺ ആൻഡ് ഡിഫ്ലക്റ്റഡ് അറ്റ് ദി എൻഡ്സ്. ഇതെന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ റെയിൽസിനെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിരിക്കും അല്ലേ? അതുപോലെ ഇവിടെയും പാരലൽ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് പോയിരിക്കും. അപ്പൊ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ വീൽസ് ഇവിടെ എത്തുമ്പോൾ അതായത് റെയിൽസിന്റെ എൻഡില് വീൽസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാറ്ററിങ് ആക്ഷൻ ഉണ്ടാവും. ഇവിടെ ബാറ്ററിങ് ആക്ഷൻ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് ഈ റെയിൽസിന്റെ എൻഡ് മാത്രം ഒന്ന് ഇങ്ങോട്ട് ബെൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റെയിൽസിന്റെ എൻഡ് മാത്രം ബെൻഡായി പോകും. അതിനാണ് നമ്മൾ ഹോഗ്ഡ് റെയിൽ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് റെയിൽ വരുന്നതെങ്കിൽ അതിന്റെ എൻഡ് ഇതുപോലെ ബെൻഡായി പോവുക. അതിനെയാണ് നമ്മൾ ഹോഗ്ഡ് റെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡ്യൂ ടു ലൂസിങ് പാക്കേജ് ഓഫ് ബല്ലാസ്റ്റ് ആൻഡ് ഫിഷ് പ്ലേറ്റിന്റെയും അതുപോലെ ബല്ലാസ്റ്റിന്റെ ഒക്കെ ലൂസ് ആയിട്ടുള്ള പാക്കേജ് കാരണമാണ് ഇത്തരത്തിലുള്ള ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ബക്ലിംഗ് ഓഫ് റെയിൽ. അപ്പോൾ ബക്ലിംഗ് ഓഫ് റെയിലിന്റെ ഫിഗറും ഹോഗിംഗ് ഓഫ് റെയിലിന്റെ ഫിഗറും നോക്കി നോക്കൂ. ഹോഗ്ഡ് റെയിൽ ഇതുപോലെയാണ് വളഞ്ഞിരിക്കുന്നത്, ബക്ലിംഗ് ഓഫ് റെയിൽ ഇത് ഇങ്ങനെയാണ് വളഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ റെയിൽവേ ട്രാക്ക് ഒറിജിനൽ പൊസിഷനിൽ നിന്ന്, അതായത് ഒറിജിനൽ അലൈൻമെന്റിൽ നിന്ന് മാറിപ്പോകുന്നു. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ റെയിൽ ജോയിൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ? അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെയിലിന് ജോയിൻസ് ഇത് ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ജോയിൻസ് കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, എക്സ്പാൻഷൻ ജോയിൻസ് ഒന്നും കറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ടെമ്പറേച്ചർ കാരണം പല രീതിയിലുള്ള എക്സ്പാൻഷൻസ് സംഭവിക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ജോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? അത് ടെമ്പറേച്ചർ കാരണം ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യാം. അപ്പൊ ആ രീതിയിൽ അതിന് ചിലപ്പോൾ ഇവിടെ ഗ്യാപ്പിൽ എക്സ്പാൻഡിങ് ഗ്യാപ്പ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അത് അതിന്റെ അലൈൻമെന്റിൽ നിന്ന് മാറി വളഞ്ഞ് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഡിഫക്റ്റിനെയാണ് നമ്മൾ ബക്ലിംഗ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. ഹോഗ്ലിംഗ് ഓഫ് റെയിൽ എന്തായിരുന്നു? റെയിലിന്റെ ജോയിൻസില് വീലിന്റെ ബാറ്ററിങ് ആക്ഷൻ കാരണം റെയിൽസിന്റെ എൻജിനുണ്ടാകുന്ന ബെൻഡാണ് ഹോഗ്ഡ് റെയിൽ. ബക്ലിംഗ് ഓഫ് റെയിൽ എന്തായിരുന്നു? നമ്മൾ ജോയിൻസ് പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പാൻഷൻ കാരണം അത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അലൈൻമെന്റ് പൊസിഷൻ മാറിപ്പോകുന്നതിനെയാണ് ബക്ലിംഗ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ആണ് ക്രീപ്പ് ഓഫ് റെയിൽ. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് ക്രീപ്പ് ഓഫ് റെയിൽ. അതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ഓഫ് റെയിൽസ് വിത്ത് റെസ്പെക്ട് ടു സ്ലീപ്പേഴ്സ്. നമുക്കറിയാം നമ്മുടെ റെയിൽസിനെ എല്ലാം ഇതുപോലെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് പിന്നീട് ഇതിന്റെ താഴെ എന്തുണ്ടാകും? ഇതുപോലെ സ്ലീപ്പേഴ്സ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മുടെ റെയിൽസും സ്ലീപ്പേഴ്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും അല്ലെ? ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇത് നമ്മുടെ റെയിൽസിന്റെ ഇതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ. ഈ റെയിൽസിന് കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിൻ ഇതിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ ഈ റെയിൽസിന് എന്ത് സംഭവിക്കും? ഈ റെയിൽസിന്റെ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ചെറുതായിട്ട് മൂവ് ചെയ്യും. അതായത് നമ്മുടെ ചിലപ്പോൾ എന്താ പറയുക, എന്താ സംഭവിക്കുന്നത്? ഈ നമ്മുടെ
ഈ ഫിക്സ്റ്റേഴ്സ് ഒക്കെ, അതായത് നമ്മൾ നട്ടും ബോൾട്ടൊക്കെ യൂസ് ചെയ്താണ് ഇത് ടൈറ്റ് ചെയ്യുന്നത്, അതൊക്കെ ലൂസൻ സംഭവിച്ച് റെയിൽസിന് എന്ത് സംഭവിക്കും? ഇത് ഇപ്പോൾ വേറെ കളറിൽ വരയ്ക്കാം. ജസ്റ്റ് അതൊന്നും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ, ഇപ്പൊ ആദ്യം നമ്മൾ റെയിൽസ് ഇതേ ഇങ്ങനെയായിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എന്ത് സംഭവിക്കും? അത് മൂവ് ചെയ്തതേ ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ആ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലുള്ള ആ റെയിൽസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം ഇങ്ങനെ ഇരുന്നിരുന്ന നമ്മുടെ റെയിൽസ് രണ്ടാമത് ലോഞ്ചിറ്റ്യൂഡിൽ മൂവ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൂവ് ചെയ്തു എന്ന് വിചാരിക്കും. കണ്ടോ, അതിന്റെ മൂവ്മെന്റ് സംഭവിച്ചു അല്ലെ? അതിന്റെ പൊസിഷൻ മാറിയില്ലേ? ലോഞ്ചിറ്റ്യൂഡിൽ അത് മൂവ് ചെയ്തു. അപ്പൊ ചിലപ്പോൾ ഈ ഗ്യാപ്പ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്, ജോയിന്റ്സിന്റെ ഗ്യാപ്പ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ ക്രീപ്പ് ഓഫ് റെയിൽ എന്ന് പറയുന്നത്. The longitudinal movement of rail with respect to sleepers. അപ്പൊ ആദ്യം ഗ്രീൻ കളറിൽ കാണിച്ചതായിരുന്നു അതിന്റെ പൊസിഷൻ, പിന്നീട് റെഡ് കളറിൽ കാണിച്ചത് അത് മൂവ് ചെയ്തതിന് ശേഷമുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ ഏതെങ്കിലും ഒരു റെയിലൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുക, അപ്പൊ അതിന്റെ ഗ്യാപ്പ് മാത്രം ഒന്ന് ചിലപ്പോൾ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ജോയിന്റ്സ് ഗ്യാപ്പ് കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ക്രീപ്പ് ഓഫ് റെയിൽ കാരണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രീപ്പ് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആന്റി ക്രീപ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, ആന്റി ക്രീപ്പേഴ്സ്. പിന്നെ ഒരു പെർമിസിബിൾ ക്രീപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്, അത് 150 mm ആണ്. 1 കിലോമീറ്ററിൽ 150 mm ക്രീപ്പ് വരെ പെർമിസിബിൾ ആണ്. ഓക്കെ, ദ റെയിൽ എൻഡ് മൂവ് ഔട്ട് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഫ്രം ഇറ്റ്സ് അലൈൻമെന്റ്. അതിന് കിങ്സ് ഇൻ റെയിൽസ് എന്നാണ് പറയുന്നത്. ഒരു അഡീഷണൽ പോയിന്റ് ആണ്, ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ ഓർത്ത് വയ്ക്കുക. റെയിൽ എൻഡ് മൂവ് ഔട്ട് ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഫ്രം ഇറ്റ്സ് അലൈൻമെന്റ്, അതിനെയാണ് നമ്മൾ കിങ്സ് ഇൻ റെയിൽ എന്ന് പറയുന്നത്. ക്രീപ്പ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കുക. ദെൻ പെർമിസിബിൾ ക്രീപ്പ് എന്താണെന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ആന്റി ക്രീപ്പേഴ്സ് ആണ് യൂസ് ചെയ്യാനും അറിഞ്ഞിരിക്കുക. ആന്റി ക്രീപ്പേഴ്സ് ആണ് ക്രീപ്പ് ഒഴിവാക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ റെയിൽ ഡിഫക്ട്സ്. എന്തൊക്കെയായിരുന്നു? കൊറുഗേറ്റഡ് റെയിൽ അല്ലെങ്കിൽ റോറിംഗ് റെയിൽ, ഹോഗ്ഡ് റെയിൽ, ബക്ലിംഗ് ഓഫ് റെയിൽ, ക്രീപ്പ് ഓഫ് റെയിൽ. ഇത്രയാണ് റെയിൽ ഡിഫക്ട്സ്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റെയിൽ ജോയിന്റ്സ് ആണ്. റെയിൽ ജോയിന്റ്സ് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിന്റ്സ്, രണ്ട് അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സ്. സ്ലൈഡിൽ നോക്കാം. അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സും അതുപോലെ അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിന്റ്സും. അതായത് ജോയിന്റ്സിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. അതിലൊന്നാണ് സ്ക്വയർ ജോയിന്റ്, രണ്ടാമതാണ് സ്റ്റാഗേർഡ് ജോയിന്റ്. സ്ക്വയർ ജോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നോക്കുക, ഇതാണ് നമ്മുടെ പ്ലാൻ വ്യൂ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു റെയിലിലെ ജോയിന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് റെയിലിലെ ജോയിന്റിന് കറക്റ്റ് പാരലൽ ആയിരിക്കണം. നോക്കിയേ, ഇതാണ് ജോയിന്റ് എന്ന് വിചാരിക്കുക. ഈ ജോയിന്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് റെയിലിലെ ജോയിന്റിന് കറക്റ്റ് പാരലൽ അല്ലേ? അപ്പൊ ഈ ജോയിന്റും കറക്റ്റ് ഈ റെയിലിലെ ജോയിന്റിന് പാരലൽ ആണ്. സിമിലർലി ഇവിടെ ഇത് തന്നെയാണ്, സെയിം ഹിയർ, ഇവിടെ അങ്ങനെ തന്നെ സെയിം ഹിയർ. അപ്പോൾ ഒരു റെയിലിലെ ജോയിന്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പാരലൽ റെയിലിലെ ജോയിന്റ്സിന് ഓപ്പോസിറ്റ് ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ക്വയർ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കുകളിലാണ് സ്ക്വയർ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കുകളിലാണ് സ്ക്വയർ ജോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇത് ലേ ചെയ്യാൻ വളരെ ഈസിയാണ്. അപ്പൊ സ്റ്റാഗേർഡ് ജോയിന്റ് എന്താണ്? അത് നോക്കി നോക്കൂ. നമ്മളിപ്പോ ഈ ജോയിന്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഈ ഒരു റെയിലിലെ ജോയിന്റ് ഇവിടെയാണ് അല്ലെ, പക്ഷെ ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് അത് ഇതിന്റെ സെന്ററിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് ജോയിന്റ് ഇൻ വൺ റെയിൽ ഈസ് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ദ സെന്റർ ഓഫ് പാരലൽ റെയിൽ. ഇത് ഓപ്പോസിറ്റ് ഉള്ള പാരലൽ ആയിട്ടുള്ള റെയിലിന്റെ സെന്ററിന് ഓപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ജോയിന്റ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതിന് ഓപ്പോസിറ്റ് കണ്ടോ, സെന്ററിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഈ രീതിയിലാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സ്റ്റാഗേർഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതധികം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് കർവ്സിലായിരിക്കും സ്റ്റാഗേർഡ് ജോയിന്റ്സ് നമ്മൾ കൊടുക്കുന്നത്. കർവ്സിലാണ് സ്റ്റാഗേർഡ് ജോയിന്റ്സ് സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് ലേ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടിയാണ്, ഡിഫിക്കൽട്ടി ടു ലേ സ്റ്റാഗേർഡ് ജോയിന്റ്സ്. ഓക്കെ, ഇതാണ് അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിന്റ്സ്. രണ്ട് രീതിയിലാണ് നമ്മൾ ജോയിന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, സ്ക്വയർ ജോയിന്റ്സും സ്റ്റാഗേർഡ് ജോയിന്റ്സും. സ്ക്വയർ ജോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെയിലിലെ ജോയിന്റ് പാരലൽ റെയിലിലെ ജോയിന്റിന് ഓപ്പോസിറ്റ് ചെയ്തായിട്ടാണ് വെക്കുന്നത്. അത് സ്ട്രെയിറ്റ് ട്രാക്കിലാണ് വെക്കുന്നത്, ഈസി ആയിട്ട് ലേ ചെയ്യാനായിട്ട് പറ്റും.
ഇനി സ്റ്റാഗേർഡ് ജോയിന്റ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു റെയിലിലെ ജോയിന്റ് പാരലൽ റെയിലിന്റെ സെന്റർ ചെയ്തുകൊണ്ടാണ് വെക്കുന്നത്. ഓക്കെ, ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാഗേർഡ് ജോയിന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഗർ വരച്ചുകൊണ്ട് എഴുതാനായിട്ട് സാധിക്കും. എക്സ്പ്ലനേഷൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഫിഗർ വരച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്തായിരുന്നു? അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സ്. നേരത്തെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിന്റ്സ് ആയിരുന്നു. അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിന്റ്സ്. ഇപ്പോൾ അത് അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സ് ആണ്. എന്തൊക്കെയാണ് നോക്കാം. സസ്പെൻഡഡ് ജോയിന്റ്, സപ്പോർട്ടഡ് ജോയിന്റ് ആൻഡ് ബ്രിഡ്ജ് ജോയിന്റ്. മൂന്നെണ്ണാണുള്ളത്. സസ്പെൻഡഡ്, സപ്പോർട്ടഡ് ആൻഡ് ബ്രിഡ്ജ് ജോയിന്റ്. അപ്പൊ ഈ സസ്പെൻഡഡ് ജോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതാണ്. നമ്മുടെ റെയിലാണ് ഈ കാണിച്ചിരിക്കുന്നത്. റെയിലിന്റെ താഴെ എന്തുണ്ട്? റെയിലിന്റെ താഴെ സാധാരണ സ്ലീപ്പേഴ്സ് ഉണ്ട് അല്ലേ? Then suspended joint എന്ന് വെച്ചാൽ joint placed at the center of two consecutive sleepers. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മളിങ്ങനെ സ്ലീപ്പേഴ്സ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെ സ്ലീപ്പേഴ്സ്. അപ്പോൾ ഇങ്ങനെ സ്ലീപ്പേഴ്സ് വെക്കുമ്പോൾ ഇങ്ങനെ രണ്ട് റെയിൽ ഇങ്ങനെ വന്നിട്ട് ഈ രണ്ട് സ്ലീപ്പറിന്റെ ഇടയ്ക്കാണ് നമ്മൾ റെയിൽ എൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇവിടെയാണ് പുതിയ റെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ റെയിലിന്റെ ജോയിന്റ് എവിടെയാണുള്ളത്? രണ്ട് സ്ലീപ്പേഴ്സിന് ഇടയ്ക്കായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? ജോയിന്റ് വന്നു വന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ സസ്പെൻഡഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക. ഇത് തന്നെയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിവിടെ നിങ്ങൾക്ക് ഫിഗറിൽ ക്ലിയർ ആയിരിക്കും കണ്ടോ. രണ്ട് സ്ലീപ്പേഴ്സിന് ഇടയ്ക്കായിട്ടാണ് നമ്മൾ ജോയിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി സപ്പോർട്ടഡ് ജോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ജോയിന്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇതുപോലെ സ്ലീപ്പേഴ്സ് ഉണ്ട്. ഈ സ്ലീപ്പേഴ്സ് വരുമ്പോൾ ഇപ്പൊ നമ്മൾ ജോയിന്റ് ഇപ്പൊ റെയിൽ വന്ന് നിൽക്കുന്നത് ഇപ്പോൾ കറക്റ്റ് ഡേ ഇങ്ങനെയാണ്. ഈ സ്ലീപ്പറിന് കറക്റ്റ് ഡേ ഇങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ ജോയിന്റ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സ്ലീപ്പറിന് മുകളിലാണ് അല്ലെ? ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്ലീപ്പറിന് മുകളിലായിട്ടാണ് ജോയിന്റ് വന്ന് നിൽക്കുന്നതെങ്കിൽ അതിനെയാണ് സപ്പോർട്ടഡ് ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ ഇവിടെ ബാറ്റൺ ആക്ഷൻ ആണ്. ഇവിടെ നമ്മുടെ വീല് വന്ന് നിൽക്കുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർഷൻ പെട്ടെന്ന് ക്രഷിംഗ് ഫെയിലിയറിന് സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിന്റ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇത് സാധാരണ യൂസ് ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള ജോയിന്റ് സാധാരണ യൂസ് ചെയ്യാറില്ല. കാരണം എന്താ? ഇവിടെ ക്രഷിംഗ് ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യത. ഇത് ഫ്ലെക്സിബിൾ അല്ല. പക്ഷെ ഈ ജോയിന്റ് ഒന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ്. സസ്പെൻഡഡ് ജോയിന്റ് ആണെങ്കിൽ അതൊന്നുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ഇനി ബ്രിഡ്ജ് ജോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ മൂന്ന് ജോയിന്റുകളിൽ ഏറ്റവും നല്ല ജോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രിഡ്ജ് ജോയിന്റ് ആണ്. ഓക്കെ, ബ്രിഡ്ജ് ജോയിന്റ് ആയിരിക്കും ഈ മൂന്ന് ജോയിന്റുകളിൽ ഏറ്റവും നല്ല ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഈ ജോയിന്റ് എങ്ങനെയാന്ന് വെച്ചാൽ joint supported by a bridge of metal which rests on two sleepers. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഈ സസ്പെൻഡഡ് ജോയിന്റ് തന്നെ ഈ സസ്പെൻഡഡ് ജോയിന്റിന്റെ ഇടയ്ക്ക് നമ്മളോട് ബ്രിഡ്ജ് പീസ് പ്രൊവൈഡ് ചെയ്തെന്ന് വിചാരിക്കും. ഇതുപോലെ ഒരു ബ്രിഡ്ജ് പീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത്. ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണുന്നില്ലേ അത്തരത്തിലുള്ളത്? ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ ബ്രിഡ്ജ് ജോയിന്റ് എന്ന് പറയുന്നത്. ഇത് ബെറ്റർ ആണ്, പക്ഷെ എക്കണോമിക്കൽ അല്ല. ഓക്കെ, അപ്പൊ ഏറ്റവും നല്ലത് ഇതാണ്. പക്ഷെ കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? സസ്പെൻഡഡ് ആണ്. തീരെ യൂസ് ചെയ്യാത്തത് ഏതാണ്? സപ്പോർട്ടഡ് ആണ്. ബെറ്റർ ജോയിന്റ് ഏതാണ്? ബ്രിഡ്ജ് ജോയിന്റ്. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് ഏതാണ്? സസ്പെൻഡഡ് ജോയിന്റ്. തീരെ യൂസ് ചെയ്യാത്തത് ഏതാണ്? സപ്പോർട്ടഡ് ജോയിന്റ്. അപ്പൊ ഇത്രയാണ് റെയിൽ ജോയിന്റ്സ്. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഉണ്ടായിരുന്നത്. അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് ജോയിന്റ്സും അതുപോലെ അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സും. അക്കോർഡിംഗ് ടു പൊസിഷൻ ഓഫ് സ്ലീപ്പേഴ്സ് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. Then next one ആണ് requirement of a good rail joint. എന്തൊക്കെയാണ് ഒരു റെയിൽ ജോയിന്റിന്റെ റിക്വയർമെന്റ് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ്. ഒരു ജസ്റ്റ് കുറെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. നമുക്ക് വായിച്ചു കുറച്ച് പോയിന്റ്സേ ഉള്ളൂ. എന്തൊക്കെയാണ് വേണം?
ഒരു റെയിൽ ജോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിരിക്കണം. റെയിൽ ജോയിന്റ് ഷുഡ് ബി സ്ട്രോങ്. Then should hold the two rails at the same level and in the same line. ഒരേ ലെവലിലും ഒരേ ലൈനിലും ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കണം റെയിൽസിനെ. Then should permit expansion and contraction of rails due to change in temperature. ടെമ്പറേച്ചർ കാരണമുള്ള എക്സ്പാൻഷനും കോൺട്രാക്ഷനും പെർമിറ്റ് ചെയ്യണം. Should be such that a rail can be easily taken out without disturbing the whole track. അപ്പോൾ നമുക്കൊരു റെയിലിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഹോൾ ട്രാക്കിനെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്കൊരു റെയിലിനെ എടുത്ത് മാറ്റാനായിട്ട് സാധിക്കണം. ഒരു പെർട്ടിക്കുലർ ലെങ്ത് റെയിലിനെ മാത്രം എടുത്ത് മാറ്റാനായിട്ട് പറ്റണം. അപ്പോൾ ഹോൾ ട്രാക്കിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് പാടില്ല. ഷുഡ് ബി ചീപ്പായിരിക്കണം, ജോയിൻസിലും ചീപ്പായിരിക്കണം. ഷുഡ് റിക്വയർ ലെസ് മെയിൻ്റനൻസ് കുറവായിരിക്കണം. ഇത്രയൊക്കെയാണ്. ഇനിയുണ്ട് കുറേ പോയിന്റ്സ്, നമ്മൾ എളുപ്പമുള്ള കുറച്ച് പോയിന്റ്സ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് പഠിക്കാം. ദെൻ നമ്മളപ്പോൾ റെയിൽസ് എന്നുള്ള പോർഷനാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. റെയിൽസിൻ്റെ പോർഷനാണ് പഠിച്ചു കഴിഞ്ഞത്. നമുക്കിനി നോക്കാനുള്ളത്, നമ്മൾ റെയിൽസിൻ്റെ തൊട്ട് താഴെ, റെയിൽസാണ് ഏറ്റവും ടോപ്പിലുണ്ടായിരുന്നത്. ആ റെയിൽസിൻ്റെ തൊട്ട് താഴെയുള്ള മെമ്പേഴ്സ് ഏതായിരുന്നു? സ്ലീപ്പേഴ്സ് ആയിരുന്നു അല്ലേ. അപ്പോൾ സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദി ട്രാൻസ്വേഴ്സ് ടൈസ് ഇൻ എ റെയിൽവേ ട്രാക്ക്. റെയിൽവേ ട്രാക്കിലുള്ള ട്രാൻസ്വേഴ്സ് ടൈസിനെയാണ് നമ്മൾ സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ റെയിൽസ് എങ്കിൽ ഇതിലെ ഈ ഒരു പോർഷനെയാണ്, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ സ്ലീപ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഈ കാണുന്ന ഭാഗങ്ങളെയാണ് സ്ലീപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ സ്ലീപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതാണ് റെയിൽസിനെ ഫേംലി ആൻഡ് ഈവൺലി സപ്പോർട്ട് ചെയ്യുന്നത് സ്ലീപ്പറാണ്. റെയിലിന് നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നത് സ്ലീപ്പേഴ്സാണ്. അതുപോലെ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെയിലിൽ നിന്ന് വരുന്ന ലോഡിനെ ബെല്ലാസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരായിരിക്കും? സ്ലീപ്പറാണ്. റെയിലിൽ നിന്ന് വരുന്ന ലോഡിനെ ബെല്ലാസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് സ്ലീപ്പറാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ റെയിൽസ്, അതിൻ്റെ താഴെ സ്ലീപ്പർ, അതിൻ്റെ താഴെ ബെല്ലാസ്റ്റ്. ഓക്കെ, ദെൻ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഒരു നല്ലൊരു സ്ലീപ്പർ ആകണമെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഷുഡ് ബി സ്ട്രോങ് ടു ബിയർ സ്ട്രെസ്, സ്ട്രോങ് ആയിരിക്കണം. ഷുഡ് പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ബിയറിംഗ് ഏരിയ ഫോർ റെയിൽസിന് നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള ബിയറിംഗ് ഏരിയ കൊടുക്കണം. ഷുഡ് ബി സ്റ്റേബിൾ ആൻഡ് ഷുഡ് നോട്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ഈസിലി. സ്റ്റേബിൾ ആയിരിക്കണം, പെട്ടെന്ന് ഡിസ്റ്റർബ്ഡ് ആവാനായിട്ട് പാടില്ല. ഇങ്ങനെ ട്രെയിൻ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്ലീപ്പർ കടന്ന് ഇളകാനൊന്നും പാടില്ല, സ്റ്റേബിളായിട്ട് ഇരിക്കണം. ഷുഡ് നോട്ട് ഗെറ്റ് ഡാമേജ്ഡ് വൈൽ പാക്കിംഗ് ആൻഡ് ടാമ്പിങ്. പാക്കിങ്ങും ടാമ്പിങ്ങും ചെയ്യുന്ന സമയത്ത് ഡാമേജ്ഡ് ആവാനായിട്ട് പാടില്ല. അതുപോലെ പ്രോപ്പർ ഗേജ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷുഡ് പെർമിറ്റ് ട്രാക്ക് സർക്യൂട്ടിങ്. നമുക്കിനി സിഗ്നൽ സിസ്റ്റം, മറ്റു കാര്യങ്ങൾ, ഇൻഡിക്കേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്കിതിൽ പഠിക്കാനുണ്ട്. ആ സമയത്ത് ട്രാക്ക് സർക്യൂട്ടിങ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്തൂടെ ട്രാക്കിലൂടെ നമ്മുടെ പെർമനൻറ്റ് വേയിലൂടെ ട്രാക്ക് സർക്യൂട്ടിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മുടെ സ്ലീപ്പേഴ്സ് പെർമിറ്റ് ചെയ്യണം. ഇത്രയാണ് ഒരു സ്ലീപ്പറിൻ്റെ റിക്വയർമെൻറ്റ്സും ഫങ്ഷൻസും. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി. സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സ്ലീപ്പർ പെർ റെയിൽ ലെങ്ത്. ഒരു റെയിൽ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ വേണം എന്നുള്ളതാണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റെയിൽ ലെങ്ത് എന്താണെന്ന് നമ്മൾ കുറേ മുന്നേ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ എന്താണ് റെയിൽ ലെങ്ത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റെയിൽ ലെങ്ത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു റെയിൽ ലെങ്ത്? ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു റെയിൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 12.8 മീറ്റർ. അതിനെ നമ്മൾ റൗണ്ട് ചെയ്ത് 13 മീറ്റർ എന്ന് പറയും. ഈ മീറ്റർ ഗേജ് ആയിരുന്നെങ്കിൽ 11.89, അതായത് 12 മീറ്റർ. ആ രീതിയിലാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പെർ റെയിൽ ലെങ്ത്തിന്, അതായത് ഇപ്പോൾ ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ 12.8, അതായത് 13 മീറ്റർ ബ്രോഡ് ഗേജ് ലെങ്ത് ഉണ്ട് റെയിലിന് എങ്കിൽ ആ ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് സ്ലീപ്പർ വേണം, എത്ര സ്ലീപ്പർ വെക്കണം എന്ന് നോക്കണ്ടേ. അതായത് ഇതാണ് നമ്മുടെ 2 റെയിൽസ്. അപ്പോൾ ഈ 2 റെയിൽസിനകത്ത് എത്ര സ്ലീപ്പർ വെക്കണം. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് ചെരിഞ്ഞു പോകുമ്പോൾ നോക്കണ്ട കേട്ടോ. ഇതിനകത്ത് എത്ര സ്ലീപ്പർ വെക്കണം, അപ്പോൾ ഇത് എത്ര എണ്ണം വെക്കണം എന്ന് നോക്കണം. ആ ഒരു നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ലീപ്പർ ഡെൻസിറ്റി. അപ്പോൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ട്രാക്ക് ആണെന്നുണ്ടെങ്കിൽ സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്നത്
n+3 to n+6 ആണ്. n+3 to n+6 ആണ്. n എന്ന് പറയുന്നത് റെയിൽ ലെങ്ത് ആണ്. ഫോർ എക്സാമ്പിൾ നോക്കാം, ബ്രോഡ് ഗേജ് ആണെങ്കിൽ റെയിൽ ലെങ്ത് എത്രയാണ്? 12.8 ആണ് അല്ലേ? അപ്പോൾ സ്ലീപ്പർ ഡെൻസിറ്റി എത്രയാണ്? 12.8 + 3 to 12.8 + 6, അതായത് 15.8 to 18.8. നമുക്ക് അപ്രോക്സിമേറ്റ്ലി 16 to 19. അതായത് ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ ഒരു റെയിൽ ലെങ്ത്തിന് 16 മുതൽ 19 സ്ലീപ്പർ എങ്കിലും വേണം. അതായത് ബ്രോഡ് ഗേജ് ആണ് എന്നുണ്ടെങ്കിൽ ഒരു റെയിൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 13 മീറ്റർ ഉണ്ടാവും അല്ലേ? ഇത് എത്ര ഉണ്ടാവും? 13 മീറ്റർ ഉണ്ടാവും. അപ്പൊ ഈ 13 മീറ്ററിനകത്ത് നമ്മൾ ഏകദേശം എത്ര എണ്ണം വെക്കണം എന്നാ പറഞ്ഞത്? 16 മുതൽ 19 സ്ലീപ്പർ വെക്കേണ്ടതായിട്ട് വരും എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സ്ലീപ്പേഴ്സ് ആണ്. ഏതൊക്കെ ടൈപ്പ് സ്ലീപ്പേഴ്സ് ആണുള്ളത്? അതായത് യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനനുസരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഏറ്റവും നല്ലതായിട്ടുള്ള എല്ലാ കണ്ടീഷനും ഓക്കെ ആകുന്ന ടൈപ്പ് ഓഫ് സ്ലീപ്പർ ആണ് ടിമ്പർ സ്ലീപ്പർ. മെറ്റീരിയൽ ടിമ്പർ ആയിരിക്കും. ദെൻ സ്റ്റീൽ സ്ലീപ്പർ, അപ്പോൾ മെറ്റീരിയൽ സ്റ്റീലാണ്. ദെൻ RCC സ്ലീപ്പർ, ദെൻ കാസ്റ്റ് അയൺ സ്ലീപ്പർ. ഇത്രയും സ്ലീപ്പേഴ്സ് ആണ് നമ്മൾ സാധാരണയായി യൂസ് ചെയ്യാറുള്ളത്. റെയിൽവേ ട്രാക്കിൽ അല്ലെങ്കിൽ പെർമനന്റ് വേയിൽ നമ്മൾ ഇത്രയുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിൽ ഓരോന്നും എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ടിമ്പർ സ്ലീപ്പർ എന്ന് നോക്കാം. ടിമ്പർ സ്ലീപ്പർ എന്ന് പറയുന്നതാണ് ഐഡിയൽ സ്ലീപ്പർ. ഓക്കെ, ഒരു ഐഡിയൽ സ്ലീപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ടിമ്പർ സ്ലീപ്പർ ആണ്. ടിമ്പർ സ്ലീപ്പർ ആണ് ഐഡിയൽ സ്ലീപ്പർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ട്രാക്ക് സർക്യൂട്ടിംഗ്. ട്രാക്ക് സർക്യൂട്ടിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റർലോക്കിംഗ് സിസ്റ്റം, സിഗ്നലിംഗ് സിസ്റ്റം ഒക്കെ ചെയ്യുമ്പോൾ സർക്യൂട്ടിംഗ് സിസ്റ്റം ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ട്രാക്ക് സർക്യൂട്ടിംഗ് സ്യൂട്ടബിൾ ആണ് ടിമ്പർ സ്ലീപ്പർ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് തീരെ ലൈഫ് സ്പാൻ ഇല്ല അല്ലേ? 10 to 12 ഇയേഴ്സ് മാത്രമേ ഇതിന് ലൈഫ് സ്പാൻ ഉള്ളൂ. അത് മാത്രമല്ല അതിന് സ്ക്രാപ്പ് വാല്യൂ ഇല്ല. ദെൻ ഇന്ത്യയിലാണെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് സാൽവുഡ് ആണ്. നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന വുഡ് ഏതെന്ന് വെച്ചാൽ സാൽവുഡ് ആണ്. ടീക്കും യൂസ് ചെയ്യുന്നുണ്ട്, ഡിയോഡാർ, ചെറുതെല്ലാം നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ സാൽവുഡ് ആണ് യൂസ് ചെയ്യുന്നത്. ടീക്ക് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ ടീക്ക് യൂസ് ചെയ്യും. ഡിയോഡാറും ചിറും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടിമ്പർ സ്ലീപ്പർ ആണെങ്കിൽ നമ്മൾ അഡ്സിങ് ഓഫ് ടിമ്പർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. കോണിങ് ഓഫ് വീല്, അഡ്സിങ് ഓഫ് ടിമ്പർ, ടിൽറ്റിംഗ് ഓഫ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിങ് ക്ലാസ്സസിൽ പഠിക്കും. അവിടെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യും. അന്നേരം ഞാൻ ചോദിക്കും എവിടെയാണ് നമ്മൾ അഡ്സിങ് ഓഫ് ടിമ്പർ ചെയ്യുക. ടിമ്പർ സ്ലീപ്പറിനകത്ത് നമ്മൾ അഡ്സിങ് ഓഫ് ടിമ്പർ ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഇത് നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് ആണ്, ബിയറിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യണമെന്ന് പഠിച്ചില്ലേ? എവിടെയാണ് നമ്മൾ പഠിച്ചത്? ടിമ്പർ സ്ലീപ്പർ ആണ് എന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസ് ആണ് എന്നുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽസിന്റെ താഴെ നമ്മൾ ടിമ്പർ സ്ലീപ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ടിമ്പറിന്റെ CSI നമ്പർ <82 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സിങ്കിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബിയറിംഗ് പ്ലേറ്റ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ? CSI നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? CSI നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് സ്ലീപ്പർ ഇൻഡെക്സ് എന്നായിരുന്നു അല്ലെ? CSI നമ്പർ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് സ്ലീപ്പർ ഇൻഡെക്സ് ആണ്. അത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അങ്ങനെ ഒരു നമ്പർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഡെറാഡൂൺ ആണ് അവരുടെ എന്താ പറയുക ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഈ CSI നമ്പർ ഏറ്റവും കൂടുതലുള്ളത് സാൽവുഡിനാണ്. സാൽവുഡിനാണ് ഏറ്റവും കൂടുതലുള്ളത്. 112 ആണ്, 112 ആണ് സാൽവുഡിന്റെ CSI നമ്പർ. അതുകൊണ്ട് സാൽവുഡ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. പിന്നെ ടീക്കിന് CSI നമ്പർ 82 ആണ്. ടീക്കിന്റെ CSI നമ്പർ 82 ആണ്. അതാണ് നമ്മൾ ഏറ്റവും സ്യൂട്ടബിൾ അതാണ്. പക്ഷെ എന്താന്ന് വെച്ചാൽ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. ഓക്കെ, പിന്നെ ഡിയോഡാർ, ചിർ, ഫിർ അതുപോലുള്ള മരങ്ങൾക്കൊക്കെ CSI നമ്പർ <82 ആണ്. അപ്പോൾ അങ്ങനത്തെ മരങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബിയറിംഗ് പ്ലേറ്റ് വെക്കും. അപ്പോൾ ആ ഫ്ലാറ്റ് ഫൂട്ടർ റെയിൽ ഈ ടിമ്പർ സ്ലീപ്പറിലേക്ക് തിങ്ക് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ ഒരു ബിയറിംഗ് പ്ലേറ്റ് കൂടെ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ഫ്ലാറ്റ് ഫൂട്ടർ റെയിലിന്റെ താഴെ ആണ് നമ്മൾ എന്ത് വെക്കുന്നത്? സ്ലീപ്പർ വെക്കുക അല്ലെ? അപ്പൊ ആ സ്ലീപ്പറിലേക്ക് ഈ ഫ്ലാറ്റ് ഫൂട്ടഡ് റെയിൽ ആഴ്ന്നിറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് അവിടെ ഒരു ബിയറിംഗ് പ്ലേറ്റും കൂടെ വെക്കുന്നതാണ് ഈ പറയുന്നത്. ഓക്കെ, ഇത് അത്രയാണ് നമുക്ക് ടിമ്പർ സ്ലീപ്പറിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ് കൂടെ അറിഞ്ഞിരിക്കുക.
ബ്രോഡ് ഗേജ് ആണെന്നുണ്ടെങ്കിൽ 25/25/13 സെന്റിമീറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. 25 അല്ല കേട്ടോ, തെറ്റിപ്പോയതാ, 275 ആണേ. നിങ്ങൾ എഴുതുമ്പോൾ തിരുത്തി എഴുതാം. 275 ആണ് കേട്ടോ, 25 അല്ല. 275/25/13 സെന്റിമീറ്റർ. മീറ്റർ ഗേജ് ആണെങ്കിൽ 180/20/11.5. നാരോ ഗേജ് ആണെങ്കിൽ 150/18/11.5. ഓക്കെ, ഈ സൈസിലുള്ള ടിമ്പർ സ്ലീപ്പേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം, ബ്രോഡ് ഗേജ് ആണെങ്കിൽ 275/25/13 സെന്റിമീറ്റർ. മീറ്റർ ഗേജ് ആണെന്നുണ്ടെങ്കിൽ 180/20/11.5. നാരോ ഗേജ് ആണെങ്കിൽ 150/18/11.5 സെന്റിമീറ്റർ. ഈ സൈസിലുള്ള സ്ലീപ്പേഴ്സ് ആണ് സാധാരണ യൂസ് ചെയ്യുന്നത്. ദെൻ 275 തിരുത്തണം കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ്. നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. എന്താണ്? കൊറോഷൻ ഉണ്ടായിരിക്കും അല്ലെ, ടിമ്പർ സ്ലീപ്പർ ആയതുകൊണ്ട് തന്നെ കൊറോഷൻ ഉണ്ടായിരിക്കും. ദെൻ തെറ്റിപ്പോയി, കൊറോഷൻ ഉണ്ടാവില്ല. ദേ ആർ നോട്ട് സബ്ജക്റ്റ് ടു കൊറോഷൻ ഉണ്ടാവില്ല. അതുപോലെ ദേ ആർ ഗുഡ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഹെൻസ് ആർ ഐഡിയൽ വെയർ ട്രാക്ക് സർക്യൂട്ടിംഗ് എക്സിസ്റ്റ്. ട്രാക്ക് സർക്യൂട്ടിംഗ് ഉള്ളിടത്ത് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് ഡിമെറിറ്റ്സ്. ഡിമെറിറ്റ്സ് എന്ന് വെച്ചാൽ ടെർമൈറ്റ്സ് അറ്റാക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയോസോട്ട് ചെയ്യണം. അതായത് നമ്മൾ എന്തെങ്കിലും ടെർമൈറ്റ്സ് അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ച് കംപ്ലീറ്റ് കോട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ലൈഫ് സ്പാൻ വളരെ കുറവാണ്. സ്ക്രാപ്പ് വാല്യൂ ഇല്ല. അഡ്സിങ്ങോ സ്ലീപ്പർ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ബിയറിംഗ് പ്ലേറ്റ് അഡീഷണൽ ആയിട്ട് കൊടുക്കണം. CSI നമ്പർ <82 ആണെങ്കിൽ നമ്മൾ ബിയറിംഗ് പ്ലേറ്റും കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്ലീപ്പേഴ്സ് ആണ് സ്റ്റീൽ സ്ലീപ്പർ. സ്റ്റീൽ സ്ലീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ ലൈഫ് സ്പാൻ ഏകദേശം 25 to 30 ഇയേഴ്സ് ആണ്. കൊറോഷൻ ഉണ്ടാവും, പക്ഷെ ടെർമൈറ്റ് അറ്റാക്ക് ഒന്നും ഉണ്ടാവില്ല. കൊറോഷൻ ഉണ്ടാവുന്ന കാരണം നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടി എന്തെങ്കിലും കോട്ടിങ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ട്രാക്ക് സർക്യൂട്ടിങ് ഒന്നും കൊടുക്കേണ്ടതൊന്നും സ്റ്റീൽ സ്ലീപ്പേഴ്സ് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം സ്റ്റീൽ സ്ലീപ്പർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് സർക്യൂട്ടിങ് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇതാണ് സ്റ്റീൽ സ്ലീപ്പർ. ദെൻ കാസ്റ്റ് അയൺ സ്ലീപ്പർ. കാസ്റ്റ് അയൺ സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്താ പറയാ, സ്ക്രാപ്പ് വാല്യൂ ഒക്കെ വളരെ വളരെ കൂടുതലാണ്. സാൻഡ് ആണ് നമ്മളുടെ, ഒരു മിനിറ്റ്, ഇതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 50 to 60 ഇയേഴ്സ് ആണ്. ഒരുപാട് ലൈഫ് സ്പാൻ ഉണ്ട്. ഇന്ത്യയിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണ്. അതിൽ തന്നെ CST9 സെൻട്രൽ സ്റ്റാൻഡേർഡ് ട്രയൽ നമ്പർ 9 എന്നു പേരുള്ള കാസ്റ്റ് അയൺ സ്ലീപ്പർ ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ബെല്ലാസ്റ്റ് നമ്മൾ സാൻഡ് ആണ് ഉപയോഗിക്കുക. സാധാരണ നമ്മൾ ബ്രോക്കൺ സ്റ്റോൺസ് അല്ലേ കണ്ടിട്ടുള്ളത് റെയിൽവേ ട്രാക്കിൽ. പക്ഷേ കാസ്റ്റ് അയൺ ആണ് സ്ലീപ്പർ എങ്കിൽ സാൻഡ് ബെല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ വലിയൊരു പ്രത്യേകത. സ്ക്രാപ്പ് വാല്യൂ വളരെ കൂടുതലാണ്, കൊറോഷനൊന്നും സംഭവിക്കില്ല. അതാണ് കാസ്റ്റ് അയൺ സ്ലീപ്പേഴ്സിന്റെ പ്രത്യേകത. CST9 എന്ന സ്ലീപ്പർ ആണ് മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് കോൺക്രീറ്റ് സ്ലീപ്പർ. കോൺക്രീറ്റ് സ്ലീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് RCC ആവാം, പ്രീ സ്ട്രെസ്ഡ് ആയിരിക്കാം. ഒരുപാട് ലൈഫ് സ്പാൻ ഉള്ള മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ് അല്ലെ. അതുകൊണ്ട് ഇത് ഭയങ്കര സ്റ്റേബിൾ ആണ്. പക്ഷെ അത് ട്രാൻസ്പോർട്ടേഷൻ, ഹാൻഡ്ലിംഗ്, ലേയിങ് അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, ഹെവി ആയതുകൊണ്ട്. പിന്നെ ട്രാക്ക് സർക്യൂട്ടിംഗ് ഉള്ളിടത്ത് യൂസ് ചെയ്യാം. മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇന്ന് നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് സ്ലീപ്പർ തന്നെയാണ് കേട്ടോ. മാത്രമല്ല നമുക്ക് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും ഇതിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കോൺക്രീറ്റ് ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കോൺക്രീറ്റ് സ്ലീപ്പർ ആണ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ടിമ്പർ സ്ലീപ്പർ, സ്റ്റീൽ സ്ലീപ്പർ, കാസ്റ്റ് അയൺ സ്ലീപ്പർ, കോൺക്രീറ്റ് സ്ലീപ്പർ, ഇത്രയും കാര്യങ്ങൾ നോക്കി. എന്താണ് സ്ലീപ്പർ ഡെൻസിറ്റി എന്ന് നോക്കി. സ്ലീപ്പറിന്റെ റിക്വയർമെന്റും ഫങ്ഷൻസും നോക്കി. ദെൻ റെയിൽ ജോയിൻസിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെ ടൈപ്പ് റെയിൽ ജോയിൻസ് ആണുള്ളത് നോക്കി. ദെൻ റെയിൽ ഡിഫക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കി. ഏതൊക്കെയായിരുന്നു? കൊറുഗേറ്റഡ്, ഹോഗ്ഡ്, ബക്ലിംഗ്, ക്രീപ്പ്. ദെൻ റെയിൽ ഫെയിലിയേഴ്സ്, ക്രഷ്ഡ് ഹെഡ്, ട്രാൻസ്വേഴ്സ് ഫിഷർ, ഹൊറിസോണ്ടൽ ഫിഷർ, സ്പ്ലിറ്റ് ഹെഡ്, സ്ക്വയർ ഓർ ആംഗുലർ ബ്രേക്ക്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സോട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. നോട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാം.